സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയരുമ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ സ്വന്തം ആളുകളാകുമ്പോൾ സംരക്ഷിക്കപ്പെടുകയും പ്രതിപക്ഷത്താകുന്ന ആളുകളാണെങ്കിൽ അവർക്കെതിരെ വലിയ നടപടികളുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ ജേക്സി തോമസ് പറഞ്ഞു, ഇത് സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളിലില്ല. കാരണം ഒരു സ്ത്രീയോട് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക, അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതും ഒരു ജനപ്രതിനിധി, അതിൻ്റെയൊക്കെ തെളിവുകൾ എന്ന നിലയിൽ വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വരിക. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ശബ്ദ സന്ദേശവും ഈ ആരോപണങ്ങളും ഒക്കെ വന്നപ്പോൾ രണ്ട് വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒന്ന്, രാഹുൽ ചോദിച്ചത് എനിക്കെതിരെ രേഖാമൂലം പരാതി നൽകിയ, എനിക്കെതിരെ ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ പരാതിയായി എത്തിയ എന്തെങ്കിലും ഒന്നുണ്ടോ എന്നതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനകത്ത് നിഷ്കളങ്കനായ ഒരാളാണ്, ഞാൻ ഇതിനകത്ത് നിരപരാധിയായ ഒരാളാണ്, ഇതിനകത്ത് മറ്റു ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ്. ഇത്തരം പ്രതിരോധ വാദങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപേ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തിൽ രാഷ്ട്രീയം നമ്മൾ സംശയിക്കണോ? രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ചിലർ ഇടപെട്ടു എന്ന് സംശയിക്കണോ? രാഹുലിന് മുന്നിൽ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ഇനി കോൺഗ്രസിന് ഈ ന്യായം പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? ശ്രീ ഗോപി, നിശ്ചയമായിട്ടും ഇതിൽ രാഷ്ട്രീയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി വസ്തുതാപരമായി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ടൈമിംഗ് ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് നിശ്ചയമായിട്ടും CPM ശ്രമിച്ചേക്കാം, നിശ്ചയമായിട്ടും BJP ശ്രമിച്ചേക്കാം. ഇതിനോടകം തന്നെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടൊരു അവസരം കിട്ടുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് തന്നെ നടക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പറയപ്പെട്ടിരുന്ന മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്ന കാര്യങ്ങളിൽ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേപോലെ പറഞ്ഞിരുന്ന ഡിഫൻസുകളെല്ലാം തന്നെ ഈ ഒരു വൈകുന്നേരം അത് പൂർണ്ണമായിട്ട് അസ്തമിച്ചു എന്ന് തന്നെ പറയാം. അന്ന് ആദ്യം ശ്രീ ഗോപി ഓർക്കുന്നുണ്ടാകും, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സമയത്ത് പറഞ്ഞത് തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ്. ആ ദിവസം മുതൽ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഏതാണ്ട് എല്ലാ കോൺഗ്രസ് പ്രതിനിധികളും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ന്യായീകരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രാഹുലിനെ ന്യായീകരിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ചില ചർച്ചകളിൽ ചില കോൺഗ്രസിന്റെ വക്താക്കളോട് ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങളുടെ ന്യായീകരണം വേണ്ട എങ്കിലും നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് ഇതിൽ സത്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് തന്നെ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയുടെ നടപടി എടുത്തത് തന്നെ VD സതീശന്റെ മാത്രം നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആൾക്കാരുടെ താല്പര്യം അതിലില്ല എന്ന രീതിയിലത്തേക്ക് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ തന്നെ പല ആൾക്കാരും ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതേ തുടർന്ന് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോ പൊളിറ്റിക്കൽ ടൈമിങ്ങിനെ പറ്റി പറയുമ്പോൾ അന്ന് ആരാണ് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടത്? അത് ശ്രീ പിണറായി വിജയൻ ആയിരുന്നില്ല, അത് ശ്രീ MV ഗോവിന്ദൻ ആയിരുന്നില്ല, മറിച്ചത് ശ്രീ VD സതീശനായിരുന്നു. ആരായിരുന്നു അറ്റാക്ക് ചെയ്തിരുന്നത്? കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. സൈബർ അണികൾ അന്ന് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നോക്കൂ. VD സതീശൻ ഒരു വിഷയത്തിൽ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റും അതിന് 1-2 മണിക്കൂറിൽ ഉണ്ടാകുന്ന ലൈക്കുകളും, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പ്രാഥമിക അംഗത്വമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ വിഷയത്തിൽ ഇടുന്ന പോസ്റ്റുകളും അതിന് അതേ സമയത്ത് കിട്ടിയിരുന്ന 10 ഇരട്ടി ലൈക്കുകളും ചേർത്ത് കമ്പയർ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ ഇട്ടുകൊണ്ട് സൈബർ അണികളാണ് കോൺഗ്രസിന്റെ ആഘോഷിച്ചത്. എന്തായിരുന്നു അവർ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്? നോക്കൂ, പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ സ്വീകാര്യനായിട്ട് ഇവിടെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നതായിരുന്നു. ഇതിൽ മറ്റു ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി ഉണ്ടായി. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ തന്നെ തലമുതിർന്ന പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ അന്ന് ഇവിടെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ധാർമ്മികതയും ഒരു MLA ഷിപ്പ് രാജിവെക്കണം എന്ന് പറയുന്നതിന് മറ്റൊരു ധാർമ്മികതയുമാണോ നിങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യം പോലും അന്ന് ചോദിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശനും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും പറഞ്ഞിരുന്ന അഭിപ്രായവും രണ്ട് തട്ടിലായിരുന്നു. ശ്രീ VD സതീശൻ പറഞ്ഞ എന്താണ്? പാർട്ടിയുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതും ആദ്യത്തെ നടപടികൾ മാത്രമാണ് എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അതിനേക്കാൾ വലിയ നടപടികൾ പിന്നാലെ വരുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ MLA ഷിപ്പ് രാജിവെക്കാനായിട്ട് പാർട്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസിന്റെ AICCയുടെ സംസ്ഥാന ചുമതലയുള്ള വക്താവ് ദീപാ ദാസ് മുൻഷി ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ അധ്യായം അവസാനിച്ചതാണ്,
അതായത് രാഹുലിനെതിരെ ആദ്യം നടപടിയെടുത്തു, അതിനുശേഷം ഈ അധ്യായം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞതാണ്. അപ്പൊ രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ശ്രീ വി ഡി സതീശൻ പറയുമ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ദീപാദാസ് മുൻഷിയാണ്. എന്ന് വെച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനുള്ളിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ കിട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പല ആൾക്കാരും അവിടെ വന്നിരുന്നു. ഇപ്പൊ ശ്രീ അനൂപ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് എന്ന്. ആ മാതൃകാപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരാളെ നീക്കുന്നതിനുള്ള ധാർമ്മികതയും MLA പദവിയിൽ നിന്ന് ഒരാളിനെ മാറ്റുന്നതിനുള്ള ധാർമ്മികതയും രണ്ടാണോ? യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളിനെ പാലക്കാട്ടെ ജനത ചുമക്കണോ? ഇത് അന്നേ ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് ന്യായീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കം പറഞ്ഞിരുന്ന വാദങ്ങളാണ്: ഒന്ന്, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. രണ്ട്, ഇത് ആരാണ്, ഇത് വ്യാജമാണ് എന്ന രീതിയിലത്തേക്ക് പോലും വന്നിരുന്നു അല്ലെ. ഈ ശബ്ദത്തിന്റെ പിന്നിൽ ഒരു മുഖമില്ല എന്ന തരത്തിൽ ഇതൊരു വ്യാജമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിരുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഇത് തന്റെ ശബ്ദമല്ല എന്ന് നിഷേധിക്കുക പോലും ചെയ്തില്ല. പിന്നെ ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന എന്താണ്? മുകേഷിന്റെ കാര്യമാണ്. നോക്കൂ, മുകേഷിന്റെ കാര്യത്തിൽ ഇതുമായി കമ്പയർ ചെയ്യാവുന്ന ഒരു കേസല്ല. നമ്മൾ അതിനെ ആരെ ന്യായീകരിക്കുകയല്ല. പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു ആരോപണമാണ്. അല്ലാതെ ഇതേപോലെയുള്ള പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെളിവും അവിടെ വന്നിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി വേണമെങ്കിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ മുകേഷിനെ തന്നെ ഉപയോഗിക്കാം. കാരണം എന്താ? മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പൊ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണെങ്കിൽ അവർക്കില്ലാത്ത ധാർമ്മികത ഞങ്ങൾക്ക് എന്തിന് എന്ന് കോൺഗ്രസ് ചോദിക്കാം. പക്ഷെ കോൺഗ്രസ് ഇതുവരെ അതായിരുന്നില്ല പറഞ്ഞത്. ഞങ്ങൾ ഈ ധാർമ്മികത മുൻനിർത്തി മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുത്തു എന്നിവർ പറയുന്ന സമയത്ത് ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെയല്ല, CPM-നെ പോലെയോ CPI-യെ പോലെയോ BJP-യെ പോലെയോ അല്ല ഞങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അന്ന് മുതലേ ചോദിച്ചിരുന്നതാണ് ഈ കാര്യങ്ങളിൽ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നോക്കൂ, വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ട് തന്റെ നിലപാടിൽ ഒരു ശുദ്ധിയോടുകൂടി അവിടെ നിൽക്കുന്ന കോൺഗ്രസിലെ ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ ഒരേ ഒരു നേതാവ് അൻവറിന്റെ വിഷയത്തിലും അതേ നിലപാടെടുത്തിരുന്നു, ഈ വിഷയത്തിലും അതേ നിലപാടെടുത്തു. അത് ശ്രീ വി ഡി സതീശനാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ രാഹുലിനെ ന്യായീകരിക്കാൻ പോലും ശ്രമിച്ചിരുന്ന ആൾക്കാർ എവിടെ നിൽക്കുന്നു? നോക്കൂ, ഏതൊക്കെ തരത്തിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം വന്നപ്പോ എങ്ങനെയാ വന്നത്? പാർട്ടിയുടെ പ്രാഥമിക ചുമതലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്ന ഒരു വ്യക്തി അന്ന് അവിടെ വരുന്നത് കോൺഗ്രസിന്റെ തന്നെ ചില പ്രാദേശിക നേതാക്കന്മാരോടൊപ്പമാണ്. അപ്പൊ ഇവരെ ചുമതലപ്പെട്ട, ഇവരെ നിയന്ത്രിക്കേണ്ടുന്ന മറ്റാൾക്കാരും അവിടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമോ ഏറ്റവും അടുത്ത സമയത്തോ, നമ്മൾ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ഏറ്റവും അടുത്ത സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? അദ്ദേഹം ചില സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഏത്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇല്ലാത്ത ഒരാൾ. അതിനുശേഷമോ പാർട്ടിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹമുണ്ട്. പിന്നെയോ ഈ വരണാധികാരി അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ അദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പ്രചരണത്തിന് പോകുന്നു. അപ്പൊ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്? ഇതേ കാര്യം തന്നെയാണ് നേരത്തെ ശ്രീ ഗോപി പറഞ്ഞതുപോലെ ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് പോലും തിടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് അവിടെ നിന്ന് മാറുകയും വി ഡി സതീശൻ അവിടെ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രോ രാഹുൽ മാങ്കൂട്ടത്തിൽ ലോബി കോൺഗ്രസിൽ അതിശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്നും അവരിവിടെ ന്യായീകരിക്കുകയായിരുന്നു എന്നുമാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കോൺഗ്രസിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരാണ്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമികമായി തെറ്റുകാരനാണ് എന്നുള്ള ധാരണയുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരോട് നമ്മൾ തന്നെ അന്ന് തിരിച്ചു ചോദിച്ചതല്ലേ, എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നത്? ഒരു പാർട്ടി പ്രവർത്തകന്, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആക്ഷേപമുള്ള, ഏറ്റവും ദുഃഖമുണ്ടാകേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പുറത്താക്കലാണ്. ഏതായാലും ശ്രീജിത്ത്, നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാം. കാരണം ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുറെ രാഹുൽ ഫാൻസ് ഉണ്ടായിരുന്നു, രാഹുലിനെ പിന്തുണച്ചെത്തിയവരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന രാഹുൽ ഈശ്വർ. അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണം തന്നെ രാഹുൽ ലൈംഗികതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ പിന്നാലെ പോയതല്ല, അതൊരു ആക്റ്റീവ് റിലേഷൻ ആയിരുന്നു എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.